ആശാനെ എത്രയും പെട്ടെന്ന് ആശാന്റെ സ്വത്തുക്കളൊക്കെ എന്റെ പേരിലോട്ട് എഴുതി വെച്ചു. എന്തിനാണെന്നാ ആശാനെ കൊല്ലോന്ന് പറഞ്ഞേ ആ വെടിമറയിലെ ഫൈസലും ടീം ടൂൾസ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ആർക്കാരും പ്രാന്ത് വരൂലേ? പിറ്റേ ദിവസം വണ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് വെച്ചിട്ട് ഇപ്പൊ 3 മാസമായി വിളിച്ചാലൊട്ട് ഫോൺ എടുക്കൂല. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നില്ല ഒരേ നാവളി കടിച്ചെടുത്ത് കരണം ചേരുമ്പോ പുറത്തെടുത്ത ശേതഗ്രന്ഥി പിഴിഞ്ഞെടുത്തന. അവന്മാരെന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ എന്നെ പേടിപ്പിച്ച് കൊല്ലൂലോടെ വിചാരിച്ചേ. എന്തായാലും ആശാന്റെ മരണം ഉറപ്പാ. കുടിച്ചിടണോ ദഹിപ്പിക്കണോ? ബ്രിട്ടീഷുകാരെ കാണിച്ച് ഗാന്ധിജിയെ പേടിപ്പിക്കല്ലേ? ഗാന്ധിജി കുറെ ബ്രിട്ടീഷുകാരെ കണ്ടതാ. അവന്മാര് വരുമ്പോ ഞാൻ അകത്തുണ്ടെന്ന് പറഞ്ഞേരി. ഞാൻ കാറി പണിയണല്ലേ നീ കണ്ടിട്ടുള്ളൂ. കുറച്ച് നാളായി എന്റെ കൈയും കല്ലൊന്ന് കഥകളി ആടിയിട്ട്. വണ്ടി ചോദിച്ചു വന്നവന്റെ കൈകളല്ല തലയാണ് വെട്ടേണ്ടത്. ദൃശ്യമൊക്കെ ആശാനകത്തിട്ട് ഇപ്പോഴെങ്കിലും വന്നൊന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ. 3 മാസമായിട്ട് ഒരേ കിടപ്പ. കേറിവാ പകർച്ചവ്യാധിയാ. നിങ്ങളുടെ വണ്ടി അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടൻ ടെസ്റ്റ് എടുത്തോ, ഞങ്ങൾ പോയിട്ട് പിന്നെ കുറച്ചുകൂടെ നേരത്തെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു. ഇങ്ങ വന്നേ. ഇത് കുമാരേണ്ണ കൊടുത്തേക്ക് മരുന്ന് മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. ഈ രോഗത്തിന്റെ മരുന്നിനൊക്കെ ഭയങ്കര വില കൂടില്ല. എന്നാ 1000 ഉണ്ട്, ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് ഞാൻ വിളിച്ചോളാം. ആളുകളെ തല്ലിക്കൊല്ലെങ്കിലും ആള് ശുദ്ധനാ, പാവം. ഇതിപ്പോ എന്റെ മണിയാ. ആശാന്റെ ബുദ്ധി അപാരം തന്നെ. എടാ പെണ്ണ് കെട്ടാത്ത എനിക്ക് നീയൊക്കെ മക്കളെ പോലെ ഇരുന്നു. എന്നിട്ടാ പണിയറിയാത്ത ഭവ്യനും ശ്രീകുട്ടിനും പണിക്കൊട്ട് വരേയില്ല. ഒരു പണിയറിയാത്ത നീ ഇവിടെ വന്ന് എനിക്ക് പണി തന്നോണ്ടിരിക്കും. ആശാനെ ഒരു ജോലി പഠിപ്പിക്കാണ്ടല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം ഡെയിലി പണിക്കാൻ എന്നെക്കാൾ കൂടുതൽ ഇഷ്ടം പണിക്ക് വരാത്ത അവന്മാരോടാണ്. അതേടാ, ആ ശ്രീകുട്ടൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. ആ പാടില്ലാത്ത കാലം വെച്ച് അവൻ ഇവിടെ കിടന്ന് രാപകലില്ലാതെ പണിയെടുത്തുകൊണ്ടാണ് ഈ വർഷാപ്പ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അറിയാമോ? അപ്പൊ ശശി വീണ്ടും ചതുർഭുജൻ. ആശാനെ എന്താണ്? ഞാനല്ലതേ. ഞങ്ങള് കേറിക്കോട്ടെ? കേറിക്കോടാ, കേറിക്കോ. എന്റെ നെഞ്ചത്തേക്ക് എന്നെ കേറിക്കോ. ആശാനെ മറ്റൊരു തല്ലാതെ വെച്ചിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ആശാന് നല്ല ഗ്ലാമർ ആയിണ്ടല്ലോ. ഗ്ലാമറൊക്കെ ആവും. നീ ഇത്ര ദിവസം എവിടെ ഇരുന്നടാ? ഞാൻ നെന്മാറ വേലക്ക് പോയി. കണ്ട ഇവിടെ ഇത്രയും വേലയും കൂലിയും കിടന്നിട്ട് അവൻ നെന്മാറ വരെ വേലക്ക് പോയേക്കണ്. നീ എവിടെ ഇരുന്നടാ ശ്രീകുട്ട? നിന്റെ അച്ഛന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ നീ രാപകലില്ലാതെ ഇവിടെ ഒന്ന് പണിയെടുത്ത് കാശൊക്കെ ആയിക്കഴിഞ്ഞപ്പോ നീ ഈ ഒഴുപ്പുടങ്ങി ഇല്ലേ? എടാ നീയൊക്കെ ഇവിടെ ശരിക്കും പണിക്ക് വരാത്തോണ്ടേ എനിക്കൊരു പെണ്ണ് കാണാൻ പോകാൻ പോലും സമയമില്ല. പോയിക്കോ, ഇവിടെ ഇറങ്ങിക്കണ്ട. എല്ലാരും ഇറങ്ങിപ്പോയി. നിന്നോട് കൂടി പറഞ്ഞു പോടാ പോടാ. വേറെ നല്ല ആശാനെ വരുന്ന വഴിക്ക് കൊറ്റങ്കാവ് അമ്പലത്തിൽ കയറി ആശാന്റെ കല്യാണം നടക്കാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. മംഗല്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ചതിന്റെ പ്രസാദം. കുറച്ചു ദിവസം ലീവ് ആയി വൈകും ചെയ്തു. വേം വാ. എന്തിനാണോ സമ്മതി പോഞ്ഞിരിക്കണേ? ഇതിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ആവശ്യം പോയി പണിയെടുക്കട. മനുഷ്യനെ കരയിപ്പിച്ചു കൊല്ല. ദൈവമേ, ചന്ദനത്തിൽ വരെ മായ.